നടപടികൾ പൂർത്തിയായ ശേഷം മൃതശരീരം ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ജീവനക്കാർ ആ മകനെ അവസാനമായി ഒരു നോക്ക് കാണുകയാണ്. ഇനി ഇവിടെയാകും മിഥുൻ്റെ അമ്മയ്ക്ക് എന്ന് തിരിച്ചു വരാനാകും എന്നുള്ള കാര്യം അറിയുന്നതുവരെ ഇവിടെയാകും മൃതദേഹം സൂക്ഷിക്കുക. അതിനുശേഷമാകും സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക. ഹൃദയം നുറുങ്ങും വേദനയുടെ കാഴ്ചകളാണ് ആശുപത്രിയിൽ നമ്മൾ കാണുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി ESI മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ശാസ്താംകോട്ടയിലെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് ഇപ്പോൾ തത്സമയം വരുന്നത്. ബന്ധുക്കൾ ഉറ്റവർ നെഞ്ച് പൊട്ടിയാണ് മിഥുനെ ഒരു നോക്ക് കാണുന്നത്. ആശുപത്രി ജീവനക്കാരുടെ ഉൾപ്പെടെ മുഖത്ത് ആ ദുഃഖം നമുക്ക് കാണാം. കണ്ണീർ വാർക്കുകയാണ്. ഒരു പരിചയമില്ലാത്തവർ പോലും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സ് മാത്രം പ്രായമുള്ള മിഥുനാണ് ഏറ്റവും സുരക്ഷിതമായി കരുതുന്ന സ്കൂളിൽ വച്ച് അപകടമുണ്ടായി ജീവൻ നഷ്ടമാകുന്നത്. അപകടകരമായ സാഹചര്യത്തിൽ ഒരു വൈദ്യുതി ലൈൻ അവിടെ ഉണ്ടായിട്ടും വർഷങ്ങളായി തുടർന്നിട്ടും എന്തുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ഇടപെടലും ഉണ്ടായില്ല എന്ന വലിയ ചോദ്യം ഉയരുകയാണ്. പിന്നെ എന്താണ് ജോലി അവിടുത്തെ പ്രധാന അധ്യാപകനും PTA യ്ക്കും